ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴനിമല കാണാം കേട്ടോ. ആ ഒരു സൈഡിലായിട്ട് പഴനിമല കാണാം. ലൈറ്റൊക്കെ കത്തി അങ്ങോട്ട് കയറുന്ന വഴിയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയായി. ഇന്ന് നമ്മൾ പാലക്കാട് നിന്ന് പഴനിയിലേക്കൊരു യാത്ര പോകട്ടോ. കുറേ കാലമായി നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്തിട്ട് ഇന്നും വൈകിട്ട് 4:10 പാലക്കാട് നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്നൊരു വണ്ടിയുണ്ട്. ആ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. പഴനി വഴിയാണ് പോകുന്നത്. ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്ന സ്ലീപ്പറിലാട്ടോ. ഇവിടുന്ന് ആകെ 2 മണിക്കൂർ ട്രാവൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്ലീപ്പറിൽ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാലക്കാട് നിന്ന് പഴനിയിലേക്കുള്ളൊരു യാത്ര ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പാലക്കാട് നല്ല മഴ കേട്ടോ. അപ്പോൾ ഇതും അടിപൊളി മഴയാണ്. മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മഴയും കാറ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 3:15 ആയിട്ടോ. നമ്മുടെ വണ്ടി 4:10 ഇവിടുന്ന് എടുക്കും. നമ്മളിതാ ഓൾറെഡി സീറ്റൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. 72ാമത്തെയാണ് നമ്മുടെ നമ്പർ വരുന്നത്. കോച്ച് വരുന്നത് S4 ആട്ടോ. S4ൽ 72 നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത്. അതുപോലെ ഇവിടുന്ന് നമുക്ക് പഴനി വരെ വരുന്ന ചാർജ് ഒരാൾക്ക് 160 രൂപ കേട്ടോ. 160 രൂപയുടെ ഉള്ളിലാണ് വരുന്നത്. 154 രൂപ 155 രൂപ കേട്ടോ ഒരാൾക്ക് വരുന്നത്. നമ്മൾ 2-2.5 മണിക്കൂറത്തെ യാത്രയെ വരുന്നുള്ളൂ. സമയം ഇപ്പോൾ 3:30 ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി 4:10 എടുക്കുള്ളൂ. എന്തായാലും ഇഷ്ടംപോലെ ടൈമുണ്ട്. ഞാനത് ട്രെയിനിനകത്തേക്ക് കയറി കേട്ടോ. നമ്മുടെ വണ്ടി 4:10 എടുക്കുള്ളൂ. നമ്മുടെ സീറ്റൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താട്ടോ. 72 നമ്മുടെ ലഗേജ് ഇതാ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ചാർന്നുണ്ട് കേട്ടോ അവിടെ. എന്തായാലും അടിപൊളി യാത്രയായിരിക്കും ഈ പഴനിയിലേക്കുള്ള യാത്ര കേട്ടോ. നോക്കാം നമുക്ക്. ആയിട്ട് നമുക്ക് തിരുനെൽവേലിയിലേക്ക് പോകുന്ന പാലരുവി എക്സ്പ്രസ് കിടക്കുന്നതാണ് കേട്ടോ. ഇതിവിടുന്ന് 4 മണിക്ക് എടുക്കുന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ വണ്ടി പോകുന്നത്. ഇത് 4:10 അത് 4 മണിക്കുമാണ്. സമയം കറക്റ്റ് 4:10 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി ഇതാ പാലക്കാട് നിന്ന് എടുത്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് വരുന്നത് പാലക്കാട് ടൗൺ ആണ്. അത് കറക്റ്റ് 4:10 ആകുമ്പോൾ നമ്മൾ എത്തുള്ളൂ. നമുക്ക് ആകെ 4 സ്റ്റോപ്പ് വരുന്നുള്ളൂ. പാലക്കാട് ടൗൺ, ഉടുമ്പൻപേട്ട, പൊള്ളാച്ചി, പിന്നെ പഴനി കേട്ടോ. നല്ല സ്പീഡിലായിരിക്കും വണ്ടി പോകുന്നത്. നമ്മളിതാ പാലക്കാട് ജംഗ്ഷനോട് വിട പറയുന്നത്. ട്രെയിനിൽ തീരെ ആൾ കുറവ് കേട്ടോ. പാലക്കാട് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ പെയ്ത് 2 സൈഡ് നല്ല കാടായിട്ടുണ്ട് കേട്ടോ. പറമ്പിലൊക്കെ നല്ല വെള്ളമൊക്കെ കാണാം. എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ട്രെയിൻ ഇതാ വളഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലക്കാട് ടൗൺ ഭാഗത്തേക്ക്. നമ്മളിത് അങ്ങനെ പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അത്യാവശ്യം ആളുണ്ടാവും കേട്ടോ. സ്ലീപ്പറിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ജനറൽ അത്യാവശ്യം ആളുണ്ടായിരിക്കും. ഈ പഴനി ഭാഗത്തോട്ടുള്ളതും കൂടി ആയതുകൊണ്ട് നോക്കാം നമുക്ക്. ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് കാണാം നമുക്ക് പാലക്കാട് ടൗൺ. ഈ ഒരു ഭാഗത്തൊന്നും ആളില്ല കേട്ടോ. ഈ ഒരു സൈഡിലാണ് പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത്. നല്ല തിരക്കാട്ടോ ഇവിടുന്ന്. നമ്മുടെ വണ്ടി പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. പെട്ടെന്ന് തന്നെ ഇവിടെ എടുക്കും. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ ടൈമുള്ളൂ കേട്ടോ. ഇപ്പോൾ എടുക്കും. ഈ ഒരു കോച്ചിലൊന്നും ആൾ തന്നെ കയറിയിട്ടില്ല തോന്നുന്നു കേട്ടോ. 1-2 പേരെ കയറുന്നുണ്ട്. പാലക്കാട് ടൗൺ സ്റ്റേഷനിലൊക്കെ ഇതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ.
ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് കാണാം. ഇപ്പോൾ എടുക്കൂട്ടോ നമ്മുടെ വണ്ടി. ഈ ഒരു ഭാഗത്തൊക്കെ തീരെ തിരക്ക് കുറവാണ്, ആരുമില്ല കേട്ടോ ഇവിടെ നിന്ന്. ഇങ്ങോട്ടൊക്കെ കുറച്ച് ആൾക്കാരെ കാണാം നമുക്ക്. നമ്മൾ പാലക്കാട് നിന്ന് വണ്ടി എടുത്തിട്ടോ, പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം 4:26 ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിയുന്നുണ്ട്. കണ്ണാടിപ്പുഴ പാലത്തിന് മേളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളമായിട്ടോ. ഈ ഒരു പാതയൊക്കെ മൊത്തം കൃഷിയാട്ടോ. ഇഷ്ടം പോലെ കാണാം നമുക്ക്. കൃഷിപ്പാടങ്ങൾ ഒരുപാട് കാണാറുണ്ട്. അടിപൊളി കാഴ്ചകളുണ്ട്. നമ്മളിതാ മീനാക്ഷിപുരമൊക്കെ എത്തിയിട്ട്, മീനാക്ഷിപുരം ഇവിടെ നിന്ന് സ്റ്റോപ്പില്ല. ഈ ഒരു ഭാഗത്ത് മൊത്തം തെങ്ങിൻ തോട്ടങ്ങളും അതുപോലെ മാന്തോട്ടങ്ങളൊക്കെ ഒരുപാട് കാണാം കേട്ടോ നമുക്ക്. ആ കാണുന്നതൊക്കെ മാന്തോട്ടങ്ങളാട്ടോ, ഒരുപാട് കാണാം അവിടെ. നല്ല അടിപൊളി ഏരിയ, നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട്. നമ്മളിത് അങ്ങനെ പൊള്ളാച്ചി സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ നമുക്കിത് അവിടുത്തെയായിട്ട് കാണാം. നിലവിലിപ്പോൾ ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. തോന്നുന്നു പഴനി കഴിഞ്ഞിട്ടായിരിക്കും തിരക്ക് വരുന്നത്. പൊള്ളാച്ചി പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാട്ടോ ഇവിടുന്നൊക്കെ ആയിരിക്കും തിരക്ക് തുടങ്ങുന്നത് കേട്ടോ. പൊള്ളാച്ചി ഇങ്ങോട്ടൊക്കെ ക്ലൈമറ്റ് നോക്കി നല്ല മഴക്കാറാട്ടോ. നല്ല ഇരുട്ടായി. സമയം ഇപ്പോൾ ഏകദേശം 5:30 ആവുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന സകല മനുഷ്യന്മാർ ഇതിൽ കയറി കേട്ടോ. നല്ല തിരക്കായിട്ടോ ഇവിടുന്ന്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല തിരക്ക് തന്നെയായിരിക്കും. എന്തായാലും നോക്കാം നമുക്ക്. നമ്മൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പ്ലാറ്റ്ഫോമൊന്നുമില്ല.
കുറച്ച് ട്രാക്കൊക്കെ കാണാം കേട്ടോ. നമ്മളിത് അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റൊക്കെ ഇവിടെ ടൈമുള്ളൂ കേട്ടോ. ഇതാ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടേക്കുന്നു. നല്ല തിരക്കായിട്ടോ വണ്ടിയിൽ. പൊള്ളാച്ചിയിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇതാ വണ്ടി എടുത്ത്. ഗോമംഗലം എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തിയിട്ട് ഗോമംഗലം ഇവിടെ നിന്ന് സ്റ്റോപ്പിലിട്ടോ. നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും ഒരുപാട് വിൻഡ് മില്ലുകൾ കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് കാണാം. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. കുറേ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ നമുക്ക് ഒരുപാട് കാണാം കേട്ടോ. അവിടെ വിൻഡ് മില്ല് ഒരുപാട് കാണാൻ പറ്റും. അടിപൊളിയൊക്കെ കാണാൻ. ആ ഒരു സൈഡിലേക്കൊക്കെ നല്ല മഴക്കാറും കാണാം. ഇത് കണ്ടില്ല, ഇവിടുത്തെ ഒരു പാടത്തെ മണ്ണിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് കളറാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ. ഉദുമൽപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഉദുമൽപേട്ട ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ വീടുകൾ ഒരുപാട് കാണാം നമുക്ക്. ഉദുമൽപേട്ട അടുത്തതാട്ടോ നമുക്ക് പഴനി വരുന്നത്. ഉദുമൽപേട്ട കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് പഴനി. നമ്മൾ ആ ഉദുമൽപേട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ നല്ല മഴയാട്ടോ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ കിടക്കാൻ തോന്നുന്നു. കാണാം നമുക്ക് ഉദുമൽപേട്ട. അങ്ങനെ ഉദുമൽപേട്ടയിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ. ഇവിടെ ഒരു 2 മിനിറ്റ് ടൈം വരുന്നുള്ളൂ. നല്ല തിരക്കായിട്ട് ഇതിനകത്ത്, രക്ഷയില്ലാത്ത തിരക്കാണ്. മഴയും പെയ്യുന്നുണ്ട്. ഉദുമൽപേട്ട ആ ഒരു ഭാഗത്തോട്ട് റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഉദുമൽപേട്ട എന്ന് പറഞ്ഞിട്ട് നെയിം ബോർഡൊക്കെ. നമ്മളിതാ ഉദുമൽപേട്ടനോട് അങ്ങനെ ഊട്ട പറഞ്ഞു പോകുന്നു കേട്ടോ.
കയറിയിട്ടുണ്ട്. റിസർവേഷനും അല്ലാത്തവരും എല്ലാം ഉണ്ട് കേട്ടോ. സമയം 6:15 നമ്മളിതാ പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മളിതാ പഴനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കേട്ടോ. നമ്മളൊരു 6:45 പ്രതീക്ഷിച്ചത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നെയിം ബോർഡാണ് കേട്ടോ, പളനി. നല്ല തിരക്കാട്ടോ. ആ ഒരു സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ മലകളൊക്കെ കാണാം. അടിപൊളിയായിട്ട് കാണാൻ. അങ്ങനെ നമ്മളിതാ പഴനിയിൽ വണ്ടി ഇറങ്ങി കേട്ടോ. നമ്മൾ വന്ന വണ്ടിയാട്ടത്. ഇവിടെ നിന്നൊക്കെ നല്ല തിരക്കാട്ടത്. ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കണ്ടില്ലേ? അപ്പം നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തൂടെ ഇനി പുറത്തേക്ക് പോവാം. ഇപ്പം 6:15 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമുക്കിതാ ഈ ഒരു വഴിയാണ് ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കുതിരവണ്ടികൾ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മൾ വന്ന വണ്ടിയിൽ അവിടെ കിടക്കുന്നത് ഇപ്പോൾ എടുക്കട്ടെ. ഇവിടുന്ന് നമുക്ക് ഇതിലിങ്ങനെ ചാടി ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴനിമല കാണാം കേട്ടോ. ആ ഒരു സൈഡിലായിട്ട് പഴനിമല കാണാം. ലൈറ്റൊക്കെ കത്തി അങ്ങോട്ട് കയറുന്ന വഴിയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മളിതാ നേരത്തെ നിന്നത് ആ സൈഡിലായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയതാണ്. പിന്നെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഇറങ്ങി വന്നത് വേറെ ഏതൊരു വഴിയാട്ടത്. നമുക്ക് ഈ ഒരു വഴിയാണ് സ്റ്റാൻഡിലേക്കൊക്കെ പോകേണ്ടത്. അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ബസ്സുകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ നമുക്ക് പഴനി സ്റ്റാൻഡിലേക്കൊക്കെ ബസ് കിട്ടും. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. നമ്മളെന്തായാലും അങ്ങനെ പോകുന്നില്ല. ഇവിടെ നിന്ന് നടന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ലോഡ്ജിൻ്റെ ഭാഗത്തേക്ക് എത്താം കേട്ടോ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കുതിരകളെ കാണാം കേട്ടോ. കുതിരവണ്ടികളൊക്കെ ആ സൈഡിൽ കാണാൻ പറ്റും. നോക്കട്ടെ നമുക്ക്. ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് കിടക്കാം കേട്ടോ. ഇതവിടെ കാണാം. നമുക്ക് മെയിൻ വഴിയൊക്കെ വരുന്ന ആ ഒരു സൈഡിലാട്ടോ. നമ്മളിതാ ഈ ഒരു ഭാഗത്തു കൂടെ ആയിരുന്നു വന്നത്. ഇതല്ല കേട്ടോ വഴി. ഇതവിടെയൊക്കെ കാണാം കേട്ടോ. നമുക്ക് വഴി പണി നടക്കുന്നത്, ഒരുപാട് പണി നടക്കുന്നത് കാണാം. ഇതവിടെ കാണാം നമുക്ക് ബസ് കേട്ടോ. അതിലിങ്ങനെയാണ് വഴിയൊക്കെ വരുന്നത്. നമ്മളിതാ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതാ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമുക്കിനി പോകേണ്ടതൊക്കെ ഈ ഒരു വഴി കേട്ടോ. നമ്മുടെ പഴനി ക്ഷേത്രമൊക്കെ വരുന്നത് ഇതിലേ ഇങ്ങനെ പോയിട്ടാണ്. ഇതൊക്കെ ഒരുപാട് ഓട്ടോകളും അതുപോലെ ആ ഒരു സൈഡിൽ കുതിരവണ്ടികളൊക്കെ ഒരുപാട് കാണാം കേട്ടോ. നമുക്ക് നല്ല റഷായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ നമ്മളങ്ങനെ നോക്കുക കേട്ടോ. അപ്പം എന്തായാലും നമുക്കിനി ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് എവിടെയെങ്കിലും ലോഡ്ജ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. എന്നിട്ട് നാളെ നമ്മൾ ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യുള്ളൂ. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡിലേക്കൊക്കെ ആയിട്ട് നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതിലും നേരത്തെയാണ് ഇവിടെ എത്തിയത്. എന്തായാലും നോക്കാം നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നമ്മുടെ പഴനി മലയിലോട്ടും അതുപോലെ നമ്മുടെ ഇടുമ്പൻ കോവിലിൻ്റെ അങ്ങോട്ടൊക്കെ വരുന്നത് 2-2.5 കിലോമീറ്റർ വരുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് കുതിരവണ്ടി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് ടാക്സികൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ലോഡ്ജുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ലോഡ്ജ് അറിഞ്ഞാണ് ഞാൻ പോകുന്നത്. കാർത്തിക് ലോഡ്ജ് കേട്ടോ. ഈ ഒരു റൂട്ടിലാണുള്ളത്. അങ്ങനെ നമ്മളിതാ പഴനിയിലെത്തി. ഇവിടെ റൂം എടുത്തു കേട്ടോ. കറക്റ്റ് 6:30 കഴിഞ്ഞപ്പോൾ ഇതാട്ടോ നമ്മളെടുത്ത റൂം. ആ ഒരു ഭാഗത്തായിട്ട് വാഷ്റൂമൊക്കെ ഉണ്ട്. നമ്മൾ പഴനിയിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് എടുക്കാറുള്ള ലോഡ്ജാണത്. നമ്മുടെ കാർത്തിക് ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജ്. അതായത് നമ്മുടെ പഴനി റെയിൽവേ സ്റ്റേഷന് ചേർന്നുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഈ ലോഡ്ജ് വരുന്നത്. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാലക്കാട് നിന്ന് പഴനിയിലേക്കുള്ളൊരു ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.